നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം FC ബാഴ്സലോണയ്ക്ക് കനത്ത തിരിച്ചടിയായിക്കൊണ്ട് ഇന്ന് ട്രെയിനിങ്ങിനിടക്ക് സുപ്രധാന താരങ്ങളിൽ ഒരാൾക്ക് പരിക്ക് പറ്റിയിരിക്കുന്നു. സ്പാനിഷ് മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റാരുമല്ല, ഫ്രങ്കി ഡിയോങ്ങിനാണ് പരിക്ക് പറ്റിയിരിക്കുന്നത്. ഈ വാർത്ത ഹാവി മിഗ്വല് പുറത്തുവിടുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഫ്രങ്കി ഡിയോങ് ഹാസ് സഫേർഡ് എ ബൈസെപ്സ് ഫെമോറിയൽ ഇഞ്ചുറി. ഹി വിൽ ബി ഔട്ട് ഫോർ അറ്റ്ലീസ്റ്റ് 4 വീക്സ് എന്നാണ്. 4 ആഴ്ചക്കാലമെങ്കിലും താരം പുറത്തിരിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട്. സ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നു ഫ്രങ്കി ഡിയോങ് ഇഞ്ചോർഡാണ്. ഇന്ന് ട്രെയിനിങ്ങിനിടയ്ക്ക് താരത്തിന് പരിക്ക് പറ്റിയതാണ് എന്ന്. അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിപ്പോർട്ട്, ഇപ്പോൾ ഈ 4 ആഴ്ച 1 മാസക്കാലമൊക്കെ പുറത്തിരിക്കുമെന്ന് പറഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗ് റൗണ്ട് ഓഫ് 16 മത്സരം PSG-ക്കെതിരെയോ അല്ലെങ്കിൽ ചെൽസിക്കെതിരെയോ ആയിരിക്കും ബാഴ്സയ്ക്ക് കളി. അക്കാര്യം തീരുമാനമാവുക നാളത്തെ ഫിക്സർ നിർണ്ണയ നറുക്കെടുപ്പിലാണ്. ആ കളി അദ്ദേഹത്തിന് നഷ്ടമാകും എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇതിപ്പോൾ പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകരൊക്കെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ വിക്ടർ നവാരോ ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അദ്ദേഹം കുറച്ചുകൂടി അധികം നാളുകൾ പുറത്തിരിക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. ഫ്രങ്കി ഡിയോങ് വിൽ ബി ഔട്ട് അണ്ടിൽ ആഫ്റ്റർ ദി ഇൻ്റർനാഷണൽ ബ്രേക്ക് എന്നാണ്. ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിയുന്നത് വരെ അദ്ദേഹം പുറത്തായിരിക്കും എന്ന് പറയുമ്പോൾ നിരവധി പ്രധാനപ്പെട്ട മത്സരങ്ങൾ നഷ്ടമാകും. ഇപ്പോൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്രീ ക്വാർട്ടർ മത്സരം വരുന്നത് അതിൻ്റെ ആദ്യ പാദം മാർച്ച് 10-11 തീയതികളിലും രണ്ടാം പാദം മാർച്ച് 17-18 തീയതികളിലുമാണ്. അങ്ങനെയെങ്കിൽ ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിയുന്നത് വരെ പുറത്താകുമെങ്കിൽ ഈ മത്സരം അദ്ദേഹത്തിന് 2 പാദവും നഷ്ടമാകുമെന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൂടാതെ തന്നെ ഇപ്പോൾ മാർച്ച് 4-ന് അത്ലറ്റിക്കോ മാഡ്രിഡുമായിട്ടുള്ള കോപ്പ ഡെൽ റേയുടെ സെമിഫൈനൽ 2ാം പാദ മത്സരം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നിരവധി മത്സരങ്ങൾ അത്ലറ്റിക് ക്ലബ് ബിൽബാവോക്കെതിരെ മാർച്ച് 8-ന് കളിയുണ്ട്. സെവിയയ്ക്കെതിരെ മാർച്ച് 15-ന് കളിയുണ്ട്. റയോ വയക്കാനക്കെതിരെ കളിയുണ്ട്. അങ്ങനെ നിരവധി സുപ്രധാനമായ മത്സരങ്ങൾ ഫ്രങ്കി ഡിയോങ്ങിന് നഷ്ടമാകുമെന്ന് വേണം കരുതാൻ. ഏതായാലും ബാഴ്സലോണ അദ്ദേഹത്തിൻ്റെ പരിക്കുമായി ബന്ധപ്പെട്ട് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇതുവരെ ഇറക്കിയിട്ടില്ല. നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായിരിക്കും ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ബാഴ്സ പറയുന്നതെന്ന് അറിയാൻ വേണ്ടി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.